കയറി കാണിച്ചത്. ആളെ മനസ്സിലായില്ലേ? ടിനി ടോം. അപ്പം ടിനി ടോം ആരെയാണ് അനുകരിച്ചതെന്ന് നിങ്ങൾ കണ്ടായിരുന്നോ? നമ്മുടെ ലാലേട്ടനെ. ലാലേട്ടൻ്റെ എമ്പുരാനിലെ ആ ഒരു സീനുണ്ടല്ലോ, ആ ഇൻട്രോ, ആ ലാലേട്ടൻ്റെ ആ എമ്പുരാനി എന്നുള്ളൊരു പാട്ടൊക്കെ കേൾക്കുമ്പോൾ തന്നെ നമുക്കത് ഇങ്ങനെ രോമാഞ്ചം വരില്ലേ? അത്രയ്ക്ക് ഇങ്ങനെ കോരിത്തെരിച്ച് ഇരുന്ന് കണ്ട ആ ഒരു സീന്, ആ ഒരു സീനാണ് ലാലേട്ടൻ ആ ഒരു സീനിൽ ചെയ്ത. അതാണ് ഇപ്പം ഈ ടിനി ടോം ഇവിടെ അവതരിപ്പിച്ച് കാണിച്ചത്. ഈ ഒരു മ്യൂസിക് ഒക്കെ ഇട്ടിട്ടല്ലേ ഇപ്പം നമ്മൾ കണ്ടത്. ഇത് മ്യൂസിക് ഇല്ലാതെ നമുക്കൊന്ന് കാണാം. അപ്പം നേരത്തെ നമ്മൾ ഇതിൻ്റെ മ്യൂസിക് ഇട്ട് കണ്ടതുകൊണ്ട് നമുക്കത് ലാലേട്ടൻ്റെ സീനാണെന്നെങ്കിലും മനസ്സിലാക്കാൻ പറ്റി. കാരണം എമ്പുരാൻ എന്നുള്ള ആ ഒരു മ്യൂസിക്കൊക്കെ വെച്ചിട്ടാണ് അത് കണ്ടത്. അപ്പോൾ ആ മ്യൂസിക് ഇല്ലാതെ കണ്ടപ്പോൾ നമുക്ക് എന്താണ് ഫീൽ ചെയ്തത്? ആദ്യവും മ്യൂസിക് വെച്ചിട്ട് നമുക്കത് ലാലേട്ടനെ അനുഗ്രഹിക്കുന്നതാണെന്നോ അല്ലെങ്കിൽ ലാലേട്ടനാണെന്നോ ഒന്നും നമുക്ക് എവിടെയും ഫീൽ ചെയ്തിട്ടില്ല. മ്യൂസിക് ഇല്ലാതെ കണ്ടപ്പോൾ എന്താണ്, ഇതെന്താണ് കോച്ചിവാദം വന്നോ, അതോ മറ്റേ വായുവൊക്കെ കയറിയിട്ട് ശ്വാസം വിലങ്ങി നിന്നിട്ട് നടന്നു വരുന്നതായിട്ട് തോന്നിയോ, അതോ ഈ ബ്രേക്ക് ഡാൻസിന് കാലൊക്കെ എടുത്ത് വെച്ചൊരു സ്റ്റെപ്പൊക്കെ ഉണ്ടല്ലോ, അങ്ങനെ എന്താണെന്നൊന്നും മനസ്സിലാവുന്നില്ല. ഇങ്ങനെ പലവിധ ചിന്തകൾ മനസ്സിൽ വന്നു. അപ്പം ഇതിൽ ഏതാണെന്ന് കൺഫ്യൂഷനായി. ഇത്രയും ഒരു വുമിക്രി ആർട്ടിസ്റ്റൊക്കെ ആണെന്നൊക്കെ പറഞ്ഞ് നടക്കുന്ന ഈ ടിനി ടോം ലാലേട്ടനെ പോലെ ഒരാളെ അനുകരിച്ച് ഇങ്ങനെ മോശമാക്കി അതിനെ അങ്ങ് കൊല്ലുന്ന രീതിയിൽ ആക്കിക്കളഞ്ഞു. ഇത്രയും വേണ്ടായിരുന്നു. ഇതിലും ഭേദം ലാലേട്ടനെ തന്നെ അങ്ങ് ആയിരുന്നു. അപ്പോൾ എൻ്റെ പൊന്ന് ടിനി ടോമേ, ഒന്നുകിൽ അത് നന്നായിട്ട് വൃത്തിയായിട്ട് ഏതെങ്കിലും ഒരു ക്യാരക്ടറിനെ അനുകരിക്കാൻ ശ്രമിക്കുകയാണെന്നുണ്ടെങ്കിൽ അത് വൃത്തിയായിട്ട് നല്ല രീതിയിൽ ചെയ്യാൻ പറ്റുമെങ്കിൽ മാത്രം നിങ്ങൾ ചെയ്യുക. കാരണം നിങ്ങളെക്കാട്ടിലും ഒന്നുമല്ലാത്ത ചെറിയ പിള്ളേർ പോലും നല്ല രീതിയിൽ ലാലേട്ടനെയൊക്കെ അനുകരിക്കുന്നുണ്ട്. അപ്പോൾ അവർക്കൊക്കെ മുന്നിൽ നിങ്ങൾ ഇങ്ങനെ കോമാളിയാകരുതേ. ഒന്നുമില്ലേലും ഈ ടിനി ടോം എന്നൊക്കെ പറയുമ്പോൾ ആൾക്കാർ 10 പേര് അറിയുന്നതാണ്, ഒരു കലാകാരനാണ്. ഇപ്പോൾ ഇത് കണ്ടു കഴിഞ്ഞപ്പോൾ നിങ്ങൾ എങ്ങനെയാണ് കലാകാരൻ ആയത് എന്ന് തോന്നിപ്പോവുകയാണ്. ഈ കലാകാരന്മാരെന്ന് പറയുന്ന ഇവർ തന്നെ കലയെ ഇങ്ങനെ ഇല്ലായ്മ ചെയ്തുകൊണ്ടിരിക്കുകയാണ്, ഇല്ലാതാക്കിക്കൊണ്ടിരിക്കുകയാണ്. ഇപ്പം ലാലേട്ടൻ എന്തായാലും അമേരിക്കയിലായത് നിങ്ങളുടെ ഭാഗ്യം. ലാലേട്ടനെങ്ങാനും ഇത് കണ്ടാൽ തീർന്നു ടിനി ടോമേ, തീർന്നു നിങ്ങളുടെ കാര്യം. അപ്പം ഇവർ തന്നെയാണ് ഈ കലാകാരന്മാരായിട്ട് ജീവിക്കുകയും അത് ഒരു തൊഴിലായി കൊണ്ട് നടക്കുകയും അതിൽ നിന്ന് കിട്ടുന്ന വരുമാനത്തിൽ ജീവിക്കുകയും ചെയ്യുന്നവർ തന്നെയാണ് ഈ കലയെ ഇല്ലാതാക്കി കളയുന്നത്. അപ്പം ലാലേട്ടനെ പോലെ പ്രഗത്ഭനായ ഒരു നടൻ താരരാജാവിനെയൊക്കെ അനുകരിക്കുമ്പോൾ ഒന്നുമില്ലെങ്കിലും ആ എമ്പുരാനിലെ സീനൊക്കെ എന്ന് പറഞ്ഞാൽ ജനഹൃദയങ്ങൾ ഒരുപാട് ഇടം നേടിയ ആ ഒരു സീനൊക്കെയാണ്. ഇപ്പോഴും എമ്പുരാൻ എന്നുള്ള ഒരു പാട്ടൊക്കെ കേൾക്കുമ്പോൾ ഉണ്ടല്ലോ, അറിയാതെ ഓടിയെത്തും ആ ഒരു രംഗമൊക്കെ. അപ്പം അതാണ് നിങ്ങളിവിടെ തച്ചുടച്ച് കളഞ്ഞത്. എന്നാലും ഒരു അപേക്ഷയാണ്, ഇനിയും ഇങ്ങനെയൊന്നും ചെയ്യല്ലേ പ്ലീസ്. സത്യം പറഞ്ഞാൽ ഒരുപാട് പേരെടുത്ത് ചെയ്തപ്പോഴും ഇത് ഞാൻ കാര്യമായിട്ട് ഇത് വലിയ ഗൗനിച്ചില്ല കേട്ടോ. പിന്നീട് ഇത് എൻ്റെ വാട്സപ്പിൽ ഒരാൾ ഇട്ട് തന്നപ്പോൾ ഞാനിത് നോക്കിയപ്പോഴാണ് ശരിക്കും ഇത് എത്രത്തോളം ആ ഒരു എന്താ പറയുക, ആ ഒരു സീനിനെ തന്നെ മോശമാക്കിയാണ് ഇങ്ങനെ ചെയ്തിരിക്കുന്നതെന്ന് കണ്ടതും. അതുകൊണ്ടാണ് കേട്ടോ ഇതിവിടെ എടുത്ത് ചെയ്യുന്നത്. അപ്പോൾ ഈ ഒരു ഇത് കണ്ടിട്ട് നിങ്ങളുടെ അഭിപ്രായം എന്താണ്? ഇങ്ങനെ തന്നെ കലയെ കൊല്ലുകയല്ലേ. അപ്പോൾ നിങ്ങൾക്ക് ഈ ഒരു ടിനി ടോമിൻ്റെ ഈ ഒരു അനുകരണം ഇഷ്ടമായത്? നമ്മുടെ ലാലേട്ടൻ്റെ എമ്പുരാനിലെ ആ ഒരു സീൻ ടിനി ടോം എങ്ങനെയാണ് അഭിനയിച്ചിരിക്കുന്നത്, എങ്ങനെയാണ് അനുകരിച്ചിരിക്കുന്നത്? അപ്പോൾ നിങ്ങൾക്ക് തോന്നിയ അഭിപ്രായം നിങ്ങളിവിടെ കമൻ്റായിട്ട് പറയുക. അതുപോലെ തന്നെ വീഡിയോ ലൈക്ക് ചെയ്യുകയും ഷെയർ ചെയ്യുകയും ഹൈപ്പ് ചെയ്യുകയും കൂടെ ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക. ആദ്യമായിട്ട് ആരെങ്കിലും കാണുന്നുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുകയും കൂടെ ചെയ്യുക. അപ്പോൾ മറ്റൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം. ടാറ്റാ.